നമസ്കാരം രാജേട്ടാ. നമസ്കാരം. രാജേട്ടൻ്റെ പിതാവ് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാജേട്ടൻ ആ കുടുംബത്തിലെ മൂത്ത മകൻ. സ്വാഭാവികമായിട്ടും ഒരു പഠിക്കുക, ജോലി ചെയ്യുക എന്നതിൽ നിന്ന് വിട്ട് കുടുംബത്തിൽ മറ്റാർക്കും കലാപരമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് രാജേട്ടൻ ഈ കലാജീവിതം തിരഞ്ഞെടുക്കുന്നത്? അല്ല കാരണം അല്ലെങ്കിൽ പ്രചോദനം എന്താണ്? എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ കലാപാരമ്പര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ വീട്ടിൽ പഴയ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടേപ്പ് റെക്കോർഡറിൽ എൻ്റെ ഒരു ഇളയപ്പനുണ്ട്, അപ്പച്ചൻ്റെ അനിയൻ. പുള്ളി എപ്പോഴും ഈ നമ്മുടെ വീടി രായപ്പഞ്ചേട്ടൻ്റെ കാസറ്റ്സ് ഇടുമായിരുന്നു. അപ്പോൾ ഈ ഡെയിലി രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് ഈ കഥാപ്രസംഗമാണ്. അപ്പോൾ ഇത് കേട്ട് 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 അങ്ങനെ ഞാൻ ഈ കഥാപ്രസംഗം ബൈഹാർട്ടാക്കി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ 4ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുമ്പോൾ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് ഞാനിങ്ങനെ കഥാപ്രസംഗത്തിന് പേര് കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വീടി രായപ്പഞ്ചേട്ടൻ്റെ കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചികയുന്ന സുന്ദരി എന്ന് പറഞ്ഞ ആ ഒരു കഥയുടെ കുറച്ച് ഭാഗം, മുഴുവനൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞ് ഭയങ്കര സ്കൂളിലൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് എത്തി. അതെ, അവിടുന്ന് ഞാൻ UP സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ജോർജ് മാഷ് എന്ന് പറഞ്ഞ, പറവൂർ ജോർജ് സാർ എന്ന് പറഞ്ഞ ഒരു മാഷുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ബാലസാഹിത്യകാരനാണ്, അത്യാവശ്യം എഴുതും ഒക്കെ. അപ്പോൾ പുള്ളിയാണ് അവിടെ വെച്ചിട്ട് എന്നിലെ കലാകാരനെ കണ്ടെത്തുന്നതും. അങ്ങനെയാണ് ഞാൻ പുള്ളിയുടെ നാടകങ്ങളിലും പുള്ളിയുടെ പരിപാടികളിലൊക്കെ അവിടുന്ന് ഞാൻ സജീവമായി തുടങ്ങി. പിന്നീട് സ്കൂള് കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ പ്രോഗ്രാമൊക്കെ ആയിട്ട് നടന്ന് പിന്നെ മിമിക്രിയിലെ ഒരു ട്രാക്കിലേക്ക് അങ്ങ് മാറി. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്.